السلام عليكم ورحمة الله وبركاته. സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു സ്വർഗ നിവാസികളെ വിശേഷിച്ച് അവിടെ ചൊല്ലി ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ. സ്വർഗത്തില് എന്തും അനാവശ്യക്കാണ്ട് ഇല്ലാ ഖീലൻ സലാമൻ സലാമ. സ്വർഗ നിവാസിക പരസ്പര സലാമായിട്ടിക്കോ യാരെങ്ങനെ ചൊന്നിക്കുവാറ് ചൊന്നിട്ടായിട്ടിക്കര് സൂറത്തുൽ വാഖിയ അങ്ങനെ മുതൽ സ്പഷ്ടമായിട്ടും പഠിപ്പാടി. കഴിഞ്ഞ ക്ലാസ്സില് സ്വർഗ നിവാസിക ചൊല്ല് യാറത്തെ സലാമുടെ വിഷയ തിരിയുന്നതാണ് ചെന്നിട്ടുണ്ട്. നോക്കൊരു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സലാമുടെ വിഷയ എത്ര ഗൗരവത്തിലായിട്ടിക്കര് സ്വഹാബത്തുക്ക് പഠിപ്പാട്ടിനെ ചെന്നിട്ടു നിങ്ങൾ ഒന്ന് നോക്കി മയ്യാവും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അയാൾ ചൊല്ലു അയാളപ്പം മുസ്ലിം ആയിട്ടില്ലാണ്ട് ഈ വിധంగా ഒരു കാലത്തിൽ മുസ്ലിം ആവാത്ത ഒരു മനുഷ്യയായിട്ടിരിക്കുന്നത് അയാൾ ചൊല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മദീനത്തുക്ക് വന്നിട്ടാകുമ്പോത്തുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ആൾമാർ എല്ലാ ആൾമാരും ഇങ്ങനെ കൂടണക്ക് തുടങ്ങിയാറ്. നബി തങ്ങളെ ബാക്കിൽ ഇങ്ങനെ കൂടണക്ക് തുടങ്ങിയാറ്. അങ്ങനെ നാനും എന്തായ കൂട്ടത്തില് നബി തങ്ങളെ ഒന്ന് നോക്കണു പോയാ നോക്കുമ്പോത്തുക പലമ്മ അതെ നാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോത്തുക നബി തങ്ങളെ മുഖത്ത് ഇങ്ങനെ നോക്കുമ്പോത്തുകു അപ്പ ഫേസ് നോക്കുമ്പോത്തുക കറുത്തൈറ്റ് ഇയല് ആള് ഒറിജിനൽ ആളായിട്ടിക്കരുത്. ഇല മുഖത്തിലൊന്നും കലവും ഡോങ്കിയൊന്നും ഒക്കെ കണ്ടോണ്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടിട്ട് അതിൽ പിന്നെ വിശ്വസിക്കരുത്. എന്നിട്ട് അതിൽ ചൊല്ല് നബി തങ്ങൾ മദീനത്തുക്ക് വന്നിട്ട് ഫസ്റ്റ് ഞങ്ങളിട്ട് ഒരു പലക്കന്തിര കൊണ്ടുണ്ട അഫ്സുസ്സലാം നിങ്ങ പരസ്പര സലാം യാറ ചൊല്ലോರು ചൊന്നിട്ടായിട്ടിക്ക് പരസ്പര സലാം നിങ്ങ യാറ ചൊല്ലോರು എന്തേ ചെന്നുണ്ടായെങ്കിൽ അത് നിങ്ങളിടയില് പിർസത്തത് യാറാക്കട് അത് പിർസത്തെ യാറാക്കൊണ്ട് പണ്ട് നിങ്ങ സലാം യാറ ചൊല്ലോರು ചൊന്നിട്ടായിട്ടിക്കര് മദീനത്തുക്ക് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഫസ്റ്റ് ചൊന്ന പലക്ക അത് ചൊന്നിട്ടായിട്ടിക്കര് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ചൊല്ലു. നോക്കൊരു മഹാനായ തുഫൈൽ റളിയല്ലാഹു അൻഹു അയാൾ ചൊല്ല് നാന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവർക്ക് എപ്പോഴും പോവേ സാധാരണ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ചെന്നുണ്ടായെങ്കിൽ ഉമർ ഖത്താബിന്റെ മോന് മാത്രല്ല അയാൾക്കൊരു ഒരു ടൈറ്റിൽ ഉണ്ട് അതിന്റെ പേരിൽ മുത്തബിഉസ് സുന്ന ചെന്നുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തിനെ യഥാസ്ഥിതി പാലനാക്കിടാല് ചെന്നിട്ടായിട്ടിരിക്കുന്നു. യഥാസ്ഥിതി പാലനാക്കിടാല് അവർക്ക് ഇങ്ങനെ യാത്ര പോകേണ്ട സന്ദർഭത്തില് ഒരു ജാഗയില് റപ്പിങ്ങനെ ബഗ്ഗിട്ട് അത് ബഗ്ഗുണ്ടായെങ്കിൽ അവിടെ ഒരു മർത്ത് ഗെല്ലാം തിക്കണ്ടേ അങ്ങനത്തെ ഒരു അഡ്ഡബന്ധിക്കല്ല ഇങ്ങനെ ബഗ്ഗിട്ട് അപ്പൊ കൂടുതൽ ആൾമാർ കേട്ടാറ് അല്ല എന്തിനാ അവിടെ ആ ജാഗയിൽ ബഗ്ഗേജ് ഒന്ന് കേട്ടാറ്. അപ്പ അയച്ചൊന്തു പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ഒരു ഗെല്ലിന്ത് അപ്പനെ വിധങ്ങ ബഗ്ഗിത്ത് എനിക്ക് വേണ്ട ബഗ്ഗ അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ യഥാസ്ഥിതി പാലനാക്കിട ആളായിട്ട് കിരയല്. അങ്ങനെ ഈ തുഫൈൽ റളിയല്ലാഹു അൻഹു ചൊല്ല് നാനൊക്കെ അല്ലെ അസർ ടൈമിൽ അതിലൊത്തുക്ക് ನಾನು പോയെ ನಾನು പോയിട്ടാമത്തുക ചൊല്ലുവായാല് നിങ്ങ ഒന്ന് ടൗണിൽ ഒന്ന് പോയി വരുവാണ്ട് ടൗണിൽ എന്താക്കിയ പോയാ ഞാൻ ടൗണിൽ പോയിട്ടാമത്തുക അത് ചൊല്ല് ടൗണിൽ പോയാ ടൗണിൽ നിങ്ങ ഓരോ അങ്ങാടിക്ക് ഇങ്ങനെ പോയിട്ടാ ഇരന്തും അങ്ങാടി പർച്ചേസ് ആക്കില്ല. പിന്നെ എല്ലാം കടെ അസ്സലാമു അലൈക്കും ഹാജിറാക്ക അസ്സലാമു അലൈക്കും യൂസുഫാക്ക അസ്സലാമു അലൈക്കും എല്ലാ സലാം ചൊല്ലാണ്ട് ഒരു അങ്ങാടി പോലും പോയിട്ട് അതിന് റേറ്റ് എത്ര അത് വേണം ഇത് റേറ്റ് എത്ര ഇത് വേണം അതൊന്നും ഇല്ല. കാലി സലാമായിട്ട് ഇങ്ങനെ ചൊല്ല് ഈ തുഫൈൽ എന്ത് ഇതിനുണ്ട് ഇത് അർത്ഥം ഇല്ല എന്തും മുണ്ടില്ല അയാൾ. ആണ് തുഫൈൽ ചൊല്ല് നാന് കുറെ നാൾ കഴിഞ്ഞിട്ട് പിന്നൊരുക്ക ഞാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു ഔത്തുകു ഇങ്ങനെ പോയിട്ടാകുമ്പോത്തുക അപ്പം എന്നുണ്ടെങ്കിൽ ഉമർ ഖത്താബിന്റെ മോൻ ചൊന്തു നമുക്ക് ടൗണിൽ പോയി വരുവാണ് ടൗണിൽ പോയി വരാൻ മാറ്റൊന്ന് കെടുത്തു. അപ്പ നാന് അയലിൽ കേട്ടെ അല്ല ഉമാ തസ്നഉ ഫിസ്സൂഖ് വഅൻത ലാ തഖിഫു അലൽ ബൈതി വലാ തസ്അലു അനിസ്സിൽഇ അല്ല എന്തിനു വെറുതെ ടൗണിൽ പോണ്ടേ നിങ്ങ ഒരു ഐറ്റം പോലും എടുക്കില്ല ഒരു അങ്ങാടി എതിർ പോലും നിന്നിട്ട് ഒരു ഐറ്റമുടെ റേറ്റ് പോലും നീ കേൾക്കില്ല വെറുതെ എന്തിനേക്ക് അങ്ങാടി പോണ്ടേ ചെന്നിട്ട് ഇങ്ങനെ ടൗണിൽ ഇങ്ങനെ പോണ്ടേ ചെന്നിട്ട് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കു അപ്പ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തുഫൈൽ റളിയല്ലാഹു അൻഹു ചൊല്ലു യാ അബാ ബത്തുൻ അതിൽ ബയറിയാറായിട്ടിരിക്കുന്നത് യാ അബാ ബത്തുൻ ഏ ബയറേ ആലേ
ಬೇರೆ ಆಲೆ ಚೊಂದೆ ಇನ್ನಮ್ಮ ನಕುದು ಮಿನ್ ಅಜರಿಸ್ಸಲಾಂ ನಂಗ ನಾನು ಟೌನ್ಗೆ ಪೋಂಡಿದ್ರಿಗೆ ಚೊಂದಿನ ಬೇರೆಂದೂ ಅಲ್ಲ ನಕ್ಕಂದು ಔತುಗುಲ್ಲೆ ಐಟಮ್ಸ್ ಎಡ್ಕೊಂಡು ಬೇನಿಟ್ಟು ಪೋಂಡಲ್ಲ ಪಿನ್ನಮ್ಮ ನಗದು ಲಿಸ್ಸಲಾಂ ಮಿನ್ ಅಜರಿಸ್ಸಲಾಂ സലാം ചൊല്ലുന്നതായിട്ട് പോണ്ടേ ടൗണിലാവുന്ന ചൊന്ന ആൾമാർ കിട്ടാറല്ലേ അപ്പൊ സലാം യാരെ ചൊല്ലുന്ന വേനായിട്ട് ನಾನು പോണ്ടേ ചൊന്നിട്ടായിട്ട് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത് അതേപോലെ ഒരു നാളില് ഒരു മനുഷ്യ 10 ആൾക്ക് സലാം ചൊല്ലുന്നുണ്ടെങ്കിൽ ഈമാൻ കിട്ടി മരിക്കും ചൊന്നിട്ടായിട്ട് 10 ആൾമാർക്ക് സലാം ചൊല്ലുന്നിട്ടായിട്ട് ഇമാമിങ്ങ പഠിപ്പാട്ട് അത് ജീവിതത്തിൽ ആദ്യത്താക്കി വലിയൊരു കാര്യമായിട്ടിരിക്കുന്നത് മാത്രമല്ല നിങ്ങൾ നോക്ക മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ മുട്ടപ്പണ്ട് എതിരെ വണ്ടെതിരേക്ക് ഒന്നുണ്ട് അലി റളിയല്ലാഹു അൻഹു കേസ് എടുത്തോണ്ട് വണ്ടേ ഇട്ടിക്കരുത് അങ്ങനെ പഞ്ചുന്തു നബിയെ ഇന്ന അലിയൻ ഇദാ മറ അലിയ ലാ യബ്ദഉനി ബിസ്സലാം നബിയെ ನಾನು ಮಾತ್ರ ಜಾಗದಲ್ಲಿ ದೆಚ್ಚತಿಕ ಮತ್ತು ಅಲಿ ರಲಿಯಲ್ಲಾಹು ಅನ್ಹು ಮಾತೋടെ കടന്നോണ്ട് പോയണ്ടെങ്കിൽ അലി എന്തു സലാം ചൊല്ലില്ല നബി അലിക്ക് സലാം ചൊല്ലാത്ത ബാരി കൊറടി നക്കെന്തു അലി സലാം ചൊല്ലില്ല ചൊന്നിട്ടു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വന്നിട്ട് ഉമർ ഖത്താബ് കേസ് ചൊല്ലിട്ടു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളിപ്പാടിച്ചു കേടുത്ത് യാ അലിയു ലിമാദാ ലാ തബ്ദഉ ഉമർ ബിസ്സലാം ഇദാ മറത അലൈഹി അല്ല അലിയെ നിങ്ങ ഉമർ ഖത്താബ് ഇങ്ങനെ നടന്നു പോയെങ്കിൽ എന്ത് സലാം ചൊല്ലില്ല അങ്ങനത്തെ ഒരു വിഷയം ഉമർ ഖത്താബ് ചൊന്നിട്ടുണ്ടോ ചൊന്നിട്ട് ഇങ്ങനെ ചൊല്ലുമ്പോഴത്തേക്കു അപ്പൊ അലി റളിയല്ലാഹു അൻഹു പലക്കെതിരെ വന്നിട്ടാ യാ റസൂലല്ലാഹ് ലിഅന്നനി സമീഅതുക തഖൂൽ നബിയെ തങ്ങ ചൊല്ലൊരു പലക്കം ഞാൻ കേട്ടത് എന്തിനു ചൊല്ലുന്നുണ്ടെങ്കിൽ ഒരു ചങ്ങായി മാത്തു അവന്റെ പിരിസപ്പെട്ട ചങ്ങായിക്ക് മാത്തു സലാം ചൊല്ലുന്നുണ്ടെങ്കിൽ അള്ളാഹു അവന് സ്വർഗത്തിലൊരു ബിൽഡിംഗ് തയ്യാറാക്കി വയ്ക്കുക ചൊല്ലൊരു പലക്കം ഞാൻ കേട്ടത് ഒരു ചങ്ങായി പിന്നൊരു ചങ്ങായിക്ക് അവന്റെ പിരിസപ്പെട്ട ചങ്ങായിക്ക് സലാം ചൊല്ലുന്നുണ്ടെങ്കിൽ അള്ളാഹു സ്വർഗത്തിലൊരു ബിൽഡിംഗ് തയ്യാറാക്കി വയ്ക്കുക ചൊല്ലത് ഞാൻ നബി തങ്ങൾ ചൊല്ലത് കേട്ടത് അതിക്ക് വേണ്ടിയിട്ട് ഉമർ ഖത്താബ് സലാം ചൊല്ലട്ട് ആ ബിൽഡിംഗ് ഉമർ ഖത്താബിന്റെ പേരിലാവട്ടെ ഐക്യായിട്ടിക്കര് ഞാൻ സലാം ചൊന്നിട്ടില്ല ചൊന്നിട്ടായിട്ടിക്കര് അലി റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് ഇട്ടിച്ചു ആ ബിൽഡിംഗ് ഉമർ ഖത്താബ് കിട്ടിട്ട് അതായിട്ടിക്കര് പിരിസപ്പാട് ചൊന്നിട്ടുണ്ടെങ്കിൽ ഐക്ക് വേണ്ടിയിട്ട് ഞാൻ ചൊന്നിട്ടില്ല ചൊന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇട്ടിക്ക അലി റളിയല്ലാഹു അൻഹു സംഭവം ഇമാമിങ്ങ രേഖപ്പെടുത്തി വെക്കാറ് അപ്പൊ അത്രത്തോളം മഹത്വമുള്ള ഒരു വിഷയമായിട്ടിക്കര് സലാമു ചൊല്ലത് വലിയ പിരിസപ്പാട് ഉണ്ടാക്കുന്ന ഒരു വിഷയമായിട്ടിക്കര് അനസ് റളിയല്ലാഹു അലൈഹി വസല്ലം അനസ് അവർക്ക് എപ്പോഴും നീ പോകുമ്പത്തുക നീ സലാം ചൊന്നിട്ട് പോണം അങ്ങനെ സലാം ചൊന്നിട്ട് നീ പോയണ്ടെങ്കിൽ എന്താ അവിടെ ചെന്നിട്ടെങ്കിൽ നിന്റെ ഔത്തുള്ളിലെ ബർക്കത്ത് അവിടെ ചെന്നിട്ടായിട്ട് അബ്നയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകുൻ ബർക്കതൻ അലൈക വഅലാ അഹ്ലി ബൈതിക ഔത്തുകു നൂലും പുത്തുകു സലാം ചൊല്ലണം സലാം ചൊല്ലുന്നുണ്ടെങ്കിൽ നിക്കും ബർക്കത്തായിട്ടിക്കര് നിന്റെ ഔത്തുള്ളിലെങ്കും ബർക്കത്തായിട്ടിക്കര് ചൊന്നിട്ടായിട്ടിക്കര് അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഭവം ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയത് ഇന്നിപ്പോ തങ്ങൾ ഡയറക്ടർ നൂലായിട്ട് തങ്ങൾ നോൾഡ് അല്ല യഥാർത്ഥമായിട്ടും ആ ക്രമം ഒന്ന് ചേഞ്ച് ആക്കണം ഔത്തുകു നൂലം പൊത്തുകു പെഞ്ഞായി ആയിട്ടിക്കര് ഓപ്പൺ ആക്കണെങ്കിലും പെഞ്ഞായിരം എന്നുള്ള സലാം ചൊല്ലണം അല്ലണ്ടെങ്കിൽ ഔത്തുൽ ഡോർ ഓപ്പൺ ആക്കി ഞങ്ങളെ മക്കായിട്ടിക്കു ഉമ്മായിട്ടിക്കു ബാപ്പായിട്ടിക്കു ഇലങ്ങമുത്തങ്ങന്മാരായിട്ടിക്കു ആറും ആവട്ടെ നൂലം പൊത്തുകർ സലാം അതായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു തന്നെ യകുൻ അത് ഇരിക്കുന്നതിനാവുടുന്നുണ്ടെങ്കിൽ ബറക്കത്തന്നാലേ അതിലേക്ക് വലിയ ബറക്കത്താവോട് മാത്രമല്ല നിന്റെ ഔത്തുകുമ്പിൽ ബറക്കത്ത് ചൊന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു അത് മാത്രമല്ല പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു മൂന്നാൾമാരുടെ ഔത്തുക അല്ലാഹു തആല സ്പെഷ്യലായ കാവൽ അല്ലാഹു കൊടുക്കുക ചൊന്നിട്ടായിട്ടിക്കര് മൂന്നാൾമാരുടെ ഔത്തുക അല്ലാഹു സ്പെഷ്യലായ കാവൽ അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലേ ഒരാൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുടെ ദീനിക്ക് വേണ്ടിയിട്ട് യുദ്ധാക്കൊടുക്ക് പോയ ഒരു മനുഷ്യ അള്ളാഹുടെ ദീനിക്ക് വേണ്ടിയിട്ട് യുദ്ധാക്കൊടു പോയ മനുഷ്യക്ക് അങ്ങനെ അവൻ ബണ്ടെടുത്തോളും അള്ളാഹുന്റെ കാക്കു അവന്റെ ഔത്ത കാക്കു ചെന്നിട്ടായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലും അതേപോലെ ഒരു മനുഷ്യ ഔത്തെ പുറത്തായിട്ട് പള്ളിക്ക് പറമ്പെത്തുക ആ സന്ദർഭത്തിലും അള്ളാഹു തആല അവന്റെ ഔത്തവനുക്ക് സ്പെഷ്യലായ കാവൽ കൊടുക്കു ചെന്നിട്ടായിട്ടിക്കര് മൂന്നാമത്തേത് വറജുലുൻ ദഖല ബൈതഹു ബിസ്സലാം ഫഹുവ ളാമിനുൻ അലല്ലാഹി അസ്സ വജൽ മൂന്നാമത്തെ അവരൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും നൂലം പൊത്തുകു സലാം ചൊന്നുണ്ട അവർക്ക് എപ്പോഴും പ്രവേശനാക്കുമ്പോഴത്തേക്കു സലാം ചൊന്നിട്ട് പോണ്ട എന്നിട്ടെങ്കിൽ ആ ഒത്തുക അല്ലാഹു തആല സ്പെഷ്യലായ കാവൽ കൊടുക്കു ചെന്നിട്ടായിട്ടിക്കര് ആ ഒത്തുക എന്തു ആവല സ്പെഷ്യലായ കാവൽ അല്ലാഹു കൊടുക്കു ചെന്നിട്ടായിട്ടിക്കര്
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കി വെക്കുന്നത്. മാത്രമല്ല സലാം ചൊന്നവൻ കേട്ടിക്കര് വലിയ കൂലി കിട്ടല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ട ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ട് ചൊന്തു അസ്സലാമു അലൈക്കും ചൊന്തു, അസ്സലാമു അലൈക്കും ചൊന്തു. അങ്ങനെ അസ്സലാമു അലൈക്കും ചൊന്നിട്ട് എന്തെങ്കിലും എങ്ങനെയെങ്കിൽ അയാൾ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു അഷർ എനിക്ക് 10 കൂലി ചൊന്തു, എനിക്ക് 10 കൂലി ചൊന്തു. അങ്ങനെ രണ്ടാമത്തെ ഒരാൾ വന്നിട്ട് ചൊന്തു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ചൊന്തു. ചൊന്നിട്ടു അയാളും തെച്ചിട്ട് അപ്പൊ നബി തങ്ങൾ ചൊന്തു ഇശ്റൂൻ എനിക്ക് 20 കൂലി കിട്ടിയിട്ട് ചൊന്തു, 20 കൂലിയുണ്ട്. മൂന്നാമത്തെ ഒരാൾ വന്നിട്ട് അയാൾ ചൊന്തു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എവിടെ കൂടിയോണ്ട് വൈറ്റ് നോക്കണ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഉണ്ട്. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു എനിക്ക് 30 കൂലി കിട്ടിയിട്ട് ചൊന്തു, 30 കൂലി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നൊരാൾ വന്നു, നാലാമത്തെ ഒരാൾ വന്നു ചൊന്തു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പിന്നെ വബറകാതുഹു വമഗ്ഫിറതുഹു ചൊന്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വമഗ്ഫിറതുഹു ചൊന്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു എനിക്ക് 40 കൂലി കിട്ടിയിട്ട് ചൊന്തു. അപ്പൊ എത്ര അതിരെ ഉദ്ദ യാരെ പോട്ര അത്രയും കൂലി അല്ലാഹു കൊടുക്കുറാ ചെന്നിട്ടായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയത്. അത് മാത്രമല്ല ഇതേപോലത്തെ സംഭവം മഹാനായ സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു ചൊല്ലേ കാന ഇദാ സല്ലമ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽനാ വഅലൈക്കുമുസ് സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു വമഗ്ഫിറതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും സലാം ചൊല്ലുമ്പോഴത്തേക്കു ഞങ്ങൾ റിട്ടേൺ മടക്കടെ വഅലൈക്കസ് സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു വമഗ്ഫിറതുഹു ചൊന്നിട്ടും ഞങ്ങൾ റിട്ടേൺ മടക്കുമ്പോൾ കാണാൻ മടക്കേണ്ടിരുന്ന ചെന്നിട്ടായിട്ട് സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു സംഭവ ഇമാം ബുഖാരി തന്റെ താരീഖുൽ കബീറിൽ ഈ സംഭവം രേഖപ്പെടുത്തി വെക്കുക. അപ്പൊ സലാമുകു ചെറിയ മഹത്വം വലിയ മഹത്വമായിട്ട് പരിശുദ്ധ ഇസ്ലാം ഞങ്ങളെ മുന്നിൽ പഠിപ്പാട്ടിട്ടുള്ളത്. അത് ജീവിതത്തിൽ ആദ്യത്താക്കേണ്ടെങ്കിൽ വലിയ കൂലി കിട്ടുന്ന ഒട്ടികമേ ഞങ്ങൾ എന്താവോട് ചൊന്നിട്ടുണ്ടെങ്കിൽ വലിയ ബർക്കത്തും പിർസപ്പാടും യാറാവോട് ചൊന്നിട്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിട്ട് ഇങ്ങനെ ആർക്ക് സലാം ചൊല്ലണ ഇൻഷാ അല്ലാഹ് നാളെ ചൊല്ലേ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം സലാം ചൊല്ലണം. ആ സലാമുടെ കാരണത്തില് ഔത്തുക്ക് വലിയൊരു കാവലും അതേപോലെ പരസ്പര പിർസപ്പാട് യാറാവനു അള്ളാഹു തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ഇടയിൽ പരസ്പര പിർസത്തിനെ യാറാക്കിയിട്ട് ദേഷ്യത്തെ സ്വഭാവത്തെ ദൂരാക്കിയിട്ട് പിർസപ്പാടിലേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരണം റഹ്മാനെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.